Dear friends, welcome to COMAT. കോമാട്ടിന്റെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷൻ സീരീസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. STO എക്സ്പെക്ടഡ് സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലെ ആദ്യ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ പാർട്ട് 2 ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നീ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോമാട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ രണ്ട് ഭാഗങ്ങളായാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാൽ പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഇതിലെ മൂന്നാമത്തെ ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ണർഷിപ്പ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിനിടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എൻഡ് റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റ് വെച്ചാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഫേമിന്റെ എക്സ്പെൻസസ് ആയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് തുടങ്ങിയവ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഫേമിന്റെ ഇൻകം ആയ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്യുകയും വേണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എമൗണ്ട് പാർട്ട്നേഴ്സിന് അവരുടെ എഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഷെയർ ചെയ്തു കൊടുത്ത പ്രോഫിറ്റ് ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. സോ എല്ലാ ഇൻകവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്യുകയും വേണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുടങ്ങേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് വെച്ചാണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും നെറ്റ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. ഫേമിന്റെ ഇൻകം ആയ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ട്രാൻസ്ഫർ ടു റിസർവ് തുടങ്ങിയ എക്സ്പെൻസ് ഐറ്റംസ് ഒക്കെയാണ് ഡെബിറ്റ് സൈഡിലെ പ്രധാന ഐറ്റംസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് പാർട്ട്നേഴ്സിന് അവരുടെ എഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്തു കൊടുക്കുകയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയും വേണം. അടുത്തതായി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫേമിന്റെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പേഴ്സണൽ നാച്ചറിലുള്ള അക്കൗണ്ട് ആണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് തുടങ്ങിയവയൊക്കെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്, അസറ്റ് ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് തുടങ്ങിയവയൊക്കെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റംസ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിനെ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പ്രധാനമായും രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അടുത്തതായി നമുക്ക് ഈ രണ്ട് മെത്തേഡ്സിനെ കുറിച്ചും വിശദമായി ഡിസ്കസ് ചെയ്യാം. So the first method of maintaining partners capital account is fluctuating capital method. Fluctuating capital method പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുകയുള്ളൂ, നെയിംലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സും ഈ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വർഷാവർഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനെ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുകൂടെ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുകയുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ഈ ഒരൊറ്റ അക്കൗണ്ടിലാണ് കാണിക്കുക.
പാർട്ട്നേഴ്സിന്റെ ഇൻകം നാച്ചുറലുള്ള ഐറ്റംസ് ഒക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. എക്സ്പെൻസ് നാച്ചുറലുള്ള ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യണം. സോ ബാലൻസ് ബ്രോട്ട് ഡൗണിനൊപ്പം ക്യാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്യാപിറ്റൽ, അസറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് തുടങ്ങിയവയൊക്കെയാണ് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ്. ലൈക്ക്വൈസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് തുടങ്ങിയവയൊക്കെ ഡെബിറ്റ് സൈഡ് ഐറ്റംസും. The next method of maintaining partners capital is fixed capital method. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറണ്ട് അക്കൗണ്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാത്രമാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫ്രം ഇയർ ടു ഇയർ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയും കറണ്ട് അക്കൗണ്ടിന്റെയും ഫോർമാറ്റ് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറണ്ട് അക്കൗണ്ടും. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലിനൊപ്പം ക്യാഷ് ആൻഡ് അസറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്യാപിറ്റലും വിഡ്രോവൽസ് ഔട്ട് ഓഫ് ക്യാപിറ്റലുമാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് തുടങ്ങിയവയൊക്കെയാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ്. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് തുടങ്ങിയവ ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. അടുത്തതായി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആയ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് നോക്കാം. ഒന്നാമതായി നമ്പർ ഓഫ് അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പേരിൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് എന്നീ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വർഷാവർഷം ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നോർമലി കോൺസ്റ്റന്റ് ആയിരിക്കും. മൂന്നാമത്തെ ഡിഫറൻസ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുക. നാലാമതായി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ കാണിക്കുകയുള്ളൂ. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കാണിക്കേണ്ടി വരും. അവസാനത്തെ ഡിഫറൻസ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് പാർട്ട് 2 ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നീ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പ്രാക്ടീസിംഗ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തേക്കാം. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 3 ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെയും കാൽക്കുലേഷൻ ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.